أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज जिन सहाबी का पहले जिक्र होगा. ഇന്ന് ഞാൻ ആദ്യം അനുസ്മരിക്കുന്ന സ്വഹാബിയുടെ പേര് ഹസ്രത്ത് ഔഫ് ബിൻ ഹാരിസ് ബിൻ റിഫാ അൻസാരി എന്നാകുന്നു. നിവേദനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഔഫ് ബിൻ അഫ്ര, ഔഫ് ബിൻ ഹാരിസ്, ഔസ് ബിൻ അഫ്ര എന്നിങ്ങനെ വന്നിട്ടുണ്ട്. അഫ്ര അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരാകുന്നു. അദ്ദേഹം അൻസാറിലെ ബനു നജ്ജാർ ഗോത്രക്കാരനായിരുന്നു. ഹസ്രത്ത് മആസും ഹസ്രത്ത് മഊസും ഹസ്രത്ത് ഔഫിൻ്റെ സഹോദരന്മാരാണ്. ഹസ്രത്ത് ഔഫ് അൻസാരി മക്കയിൽ വന്ന് ആദ്യം ബയ്യത്ത് ചെയ്ത 6 പേരിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം ബയ്യത്ത് ഉഖബയിൽ ഭാഗവാക്കായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഹസ്രത്ത് അസ് ബിൻ ലറാറ, ഹസ്രത്ത് അമ്മാറ ബിൻ ഹസം എന്നിവരോടൊപ്പം ചേർന്ന് ബനു മലിക് ബിൻ നജ്ജാറിൻ്റെ വിഗ്രഹങ്ങളെ തകർക്കുകയുണ്ടായി. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹസ്രത്ത് ഔഫ് ബിൻ അഫ്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹു തൻ്റെ ദാസൻ്റെ ഏത് കാര്യത്തിലാണ് ഏറ്റവും അധികം സന്തോഷിക്കുക? തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അയാളുടെ കൈകൾ യുദ്ധത്തിൽ സജീവമായിരിക്കുകയും അയാൾ പടച്ചട്ടയില്ലാതെ നിർഭയം പൊരുതുകയും ചെയ്യുമ്പോൾ. അതായത് യുദ്ധമൈതാനത്താണെങ്കിൽ നിർഭയനായിരിക്കേണ്ടതാണ്. അപ്പോൾ ഹസ്രത്ത് ഔഫ് ബിൻ അഫ്ര തൻ്റെ പടച്ചട്ട അഴിച്ചു വെച്ചു, മുമ്പോട്ട് വന്ന് യുദ്ധം ചെയ്തു. അങ്ങനെ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. ബദർ യുദ്ധത്തിൽ അബൂജഹലാണ് ഔഫ് ബിൻ ഹാരിസിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മൗസിനെയും ഷഹീദാക്കിയത്. ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ബദർ യുദ്ധത്തിൽ അബൂജഹലിനെ ആക്രമിച്ച സ്വഹാബികളുടെ പേരുകളിൽ ഹസ്രത്ത് ഔഫ് ബിൻ അഫ്രയുടെ പേരും ഉണ്ട്. ഇത് ഞാൻ ഒരിക്കൽ വിവരിച്ചതാണ്. സുനൻ അബൂദാവൂദിൽ അദ്ദേഹത്തിൻ്റെ പേര് ഔഫ് ബിൻ ഹാരിസ് എന്നാണ് വന്നിരിക്കുന്നത്. പൊതുവിൽ ഈ 2 പേരും അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്നു. ഏതായിരുന്നാലും അബൂജഹലിൻ്റെ വധത്തിൽ അദ്ദേഹവും ഭാഗവാക്കായിരുന്നു. അദ്ദേഹം ഷഹീദായത് ബദർ യുദ്ധത്തിലാണ്. ഇനി പരാമർശിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരി എന്നാകുന്നു. ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരിയുടെ പേര് ഹസ്രത്ത് ഖാലിദ് എന്നാകുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സയ്യിദ് ബിൻ കുലൈബ് എന്നാണ്. അദ്ദേഹം തൻ്റെ സ്വന്തം പേരിലും വിളിപ്പേരിലും പ്രസിദ്ധനായിരുന്നു. ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരി അൻസാറിലെ ഖസറജ് ഗോത്രത്തിൻ്റെ ശാഖയായ ബനു നജ്ജാറിൽപ്പെട്ട ആളായിരുന്നു. ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരി ഉഖ്ബ സാനിയുടെ അവസരത്തിൽ 70 അൻസാറുകളോടൊപ്പം ബയ്യത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരിയുടെ മാതാവിൻ്റെ പേര് ഹിന്ദ് ബിൻത് സയ്യിദ് എന്നായിരുന്നു. മറ്റൊരു അഭിപ്രായത്തിൽ അവരുടെ പേര് സുഹറ ബിൻത് സഅദ് എന്നായിരുന്നു. ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരിയുടെ ഭാര്യയുടെ പേര് ഹസ്രത്ത് ഉമ്മ ഹസൻ ബിൻത് സെയ്ദ് എന്നായിരുന്നു. അവരിൽ നിന്ന് ഒരു മകൻ അബ്ദുറഹ്മാൻ ജനിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബു അയ്യൂബ് അൻസാരിയും ഹസ്രത്ത് മസ്അബ് ബിൻ ഉമൈറും തമ്മിൽ
സഹോദര ബന്ധം ഉണ്ടാക്കിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നപ്പോൾ മസ്ജിദ് നബവിയും തൻ്റെ വസതികൾ നിർമ്മിക്കുന്നതുവരെയും ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തം നബിയീൻ എന്ന ഗ്രന്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ താമസത്തെ സംബന്ധിച്ച് എഴുതുന്നു. മനു നജ്ജാറിലെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ അടുക്കലാണ് അതിഥിയായി കഴിയേണ്ടത് എന്ന പ്രശ്നം ഉദിച്ചു. ഗോത്രത്തിലെ ഓരോരുത്തരും ഈ അഭിമാനം തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു. ചിലരാകട്ടെ സ്നേഹാതിരേകത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണിൽ പിടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥ കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ വിടുവിനും, കാരണം അത് ഇപ്പോൾ ദൈവികത പ്രകാരം നിയോഗിക്കപ്പെട്ടതാണ്. അതായത് അള്ളാഹു ആഗ്രഹിക്കുന്നിടത്ത് അത് സ്വയം ഇരിക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിഞ്ഞാൺ അയച്ചു പിടിച്ചു. ഒട്ടകം മുന്നോട്ട് ഗമിച്ചു. കുറച്ചു ദൂരം മന്ദം നീങ്ങിയ ശേഷം ഒരിടത്ത്, ഇവിടെയാണ് പിന്നീട് മസ്ജിദ് നബിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുറികൾ നിർമ്മിച്ചത്. അത് ആ സമയത്ത് മദീനയിലെ 2 കുട്ടികളുടെ ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയായിരുന്നു. ഒട്ടകം അവിടെയിരുന്നു. പക്ഷേ ഉടൻ തന്നെ അത് എഴുന്നേറ്റ് മുന്നോട്ട് ഗമിച്ചു. എന്നാൽ ഏതാനും ചുവടുകൾ നീങ്ങിയ ശേഷം തിരിച്ചു വന്ന് ആദ്യം ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാസ ഇൻഷാ അല്ലാഹുൽ മൻസിൽ, അതായത് ഇത് തന്നെയാണ് നാം താമസിക്കേണ്ട സ്ഥലം എന്നാണ് ദൈവീകതമെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. എന്നിട്ട് ചോദിച്ചു, നമ്മുടെ ആളുകളിൽ, അതായത് മുസ്ലിങ്ങളിൽ ഇവിടെ ഏറ്റവും അടുത്തത് ആരുടെ വീടാണ്? അബു അയ്യൂബ് അൻസാരി ഉടൻ തന്നെ ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു. പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ വീടാണ് ഏറ്റവും അടുത്തുള്ളത്. ഇതാണ് എൻ്റെ വാതിൽ, അകത്തേക്ക് വന്നാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, താങ്കൾ പോയി നമുക്ക് താമസിക്കാനുള്ള സ്ഥലം തയ്യാറാക്കുക. അബു അയ്യൂബ് അൻസാരി ഉടൻ തന്നെ തൻ്റെ വീട് ശരിപ്പെടുത്തി വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ അകത്തേക്ക് പ്രവേശിച്ചു. ഈ ഭവനം ഇരുനിലയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലെ നിലയിലാണ് താമസിക്കണമെന്നാണ് അബു അയ്യൂബ് ആഗ്രഹിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി താഴത്തെ നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്. അവിടെ താമസം തുടങ്ങി. രാത്രി ആയപ്പോൾ അബു അയ്യൂബിനും ഭാര്യയ്ക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുകളിലാണല്ലോ എന്ന് ഓർത്ത് ഉറക്കം വന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയും തങ്ങൾ മുകളിലുമാണല്ലോ. യാദൃച്ഛികമായി മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. രാത്രി മുകളിലെ നിലയിൽ വെള്ളമുള്ളൊരു പാത്രം ഉടഞ്ഞു. വെള്ളത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും താഴെ വീണുപോയെങ്കിലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ തൻ്റെ പുതപ്പ് വെള്ളത്തിൽ കൊണ്ടിട്ട് അവിടെ ഉണക്കുകയുണ്ടായി. രാവിലെ ആയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സവിധത്തിൽ ഹാജരായി. വളരെ നിർബന്ധപൂർവ്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുകളിലെ നിലയിലേക്ക് പോകാൻ അപേക്ഷിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിസമ്മതിച്ചെങ്കിലും അവസാനം അബു അയ്യൂബിൻ്റെ നിർബന്ധം കണ്ടപ്പോൾ സമ്മതിക്കുകയുണ്ടായി. ഈ ഭവനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 മാസം വരെ ഇബ്നു ഇസ്ഹാഖിൻ്റെ നിവേദനം അനുസരിച്ച് ഹിജ്റ 2-ാം വർഷം സഫർ മാസം വരെ താമസിക്കുകയുണ്ടായി. അതായത് മസ്ജിദ് നബിയും അതോടനുബന്ധിച്ചുള്ള മുറികളും തയ്യാറാക്കുന്നതുവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥലത്ത് തന്നെ അബു അയ്യൂബ് അൻസാരിയുടെ ഭവനത്തിലാണ് താമസിച്ചത്. അബു അയ്യൂബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലേക്ക് ഭക്ഷണം എത്തിച്ചിരുന്നു. തുടർന്ന് ശിഷ്ടം വരുന്ന ഭക്ഷണം തിരിച്ചെത്തുമ്പോൾ സ്വയം അതിൽ നിന്ന് കഴിച്ചിരുന്നു. സ്നേഹവും ആത്മാർത്ഥതയും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച് ബാക്കിയാക്കിയ സ്ഥലത്ത് തന്നെ കൈയിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു. മറ്റ് സഹാബാക്കളും പൊതുവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഭക്ഷണം കൊടുത്തയച്ചിരുന്നു. ഈ സംഭവം ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവും വിവരിച്ചിട്ടുണ്ട്. ചില വാചകങ്ങളും ചില കാര്യങ്ങളും പുതുമയുള്ളതാണ്. അതുകൊണ്ട് അത് മുഴുവനും ഞാൻ വായിക്കാം. പൊതുവിൽ ഇതേ സംഭവം തന്നെയാണ് വിവരിച്ചിട്ടുള്ളത്. പക്ഷേ ഹദ്റത്ത് മുസ്ലിം മൗദിന് തൻ്റേതായൊരു ശൈലിയുണ്ട്. അദ്ദേഹം എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ തങ്ങണമെന്ന് ഓരോ മദീനവാസിയും ആഗ്രഹിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം ഒരു ഇടവഴിയിലൂടെ കടന്നു ചെന്നപ്പോൾ ആ വഴിയിലുള്ള വീടുകളിലെ ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ അണിനിരന്നു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ സ്വത്തും ജീവനും ഇതാ അങ്ങയുടെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കാൻ സന്നദ്ധരാകുന്നു. അങ്ങ് ഞങ്ങളുടെ അടുക്കൽ താമസിച്ചാലും. ചില ആളുകൾ ആവേശഭരിതരായി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ പിടിച്ച് തങ്ങളുടെ വീടുകളിൽ ആഗതരാകാൻ അപേക്ഷിച്ചു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും കൊടുത്ത മറുപടി, എൻ്റെ ഒട്ടകത്തെ വിട്ടേക്കൂ, അത് ഇന്ന് അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹു ആഗ്രഹിക്കുന്നിടത്ത് അത് നിൽക്കുന്നതാണ് എന്നായിരുന്നു. അവസാനം അത് മദീനയുടെ ഒരറ്റത്ത് ബനു നജ്ജാറിലെ 2 അനാഥ കുട്ടികളുടെ ഭൂമിയുടെ അടുത്തെത്തി നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ഇവിടെ താമസിക്കണമെന്നാണ് ദൈവീകതമെന്ന് മനസ്സിലാകുന്നു. തുടർന്ന് ചോദിച്ചു, ഈ ഭൂമി ആരുടേതാണ്? ആ ഭൂമി ഏതാനും അനാഥ കുട്ടികളുടേതാണ് എന്ന് പറയപ്പെട്ടു. അവരുടെ രക്ഷകർത്താവ് മുന്നോട്ട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ഇന്ന അനാഥ കുട്ടികളുടേതാണ്, അത് അങ്ങയുടെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ആരുടെയും മുതൽ സൗജന്യമായി സ്വീകരിക്കുന്നതല്ല. ഒടുവിൽ അതിൻ്റെ വില നിശ്ചയിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് മസ്ജിദും തൻ്റെ മുറികളും നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏറ്റവും അടുത്ത് ആരുടെ ഭവനമാണുള്ളത്? അബൂ അയ്യൂബ് അൻസാരി മുന്നോട്ട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ വീടാണ് ഏറ്റവും അടുത്തുള്ളത്, അത് അങ്ങയുടെ സേവനത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിൽ പോയി നമുക്ക് വേണ്ടി ഒരു മുറി തയ്യാറാക്കുക. അബൂ അയ്യൂബിൻ്റെ വീട് 2 നില കെട്ടിടമായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മുകളിലെ നിലയാണ് നിർദ്ദേശിച്ചത്. എന്നാൽ തന്നെ കാണാൻ വരുന്നവർക്ക് പ്രയാസം ആകുമെന്ന് കരുതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്തെ നിലയിലാണ് ഇഷ്ടപ്പെട്ടത്. അൻസാറുകൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വളരെ ശക്തമായ സ്നേഹമുണ്ടായിരുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, ശക്തമായ അനുരക്തിയായിരുന്നു. ഈ സന്ദർഭത്തിലും അത് പ്രകടമാവുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് താഴത്തെ നിലയിൽ താമസിക്കാൻ ഹദരത്ത് അയ്യൂബ് സമ്മതിച്ചെങ്കിലും രാത്രി മുഴുവനും തങ്ങൾ മുകളിൽ ഉറങ്ങുന്നത് അനാദരവാണെന്നും ഭാര്യയും ഭർത്താവും കരുതി. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഉറങ്ങുമ്പോൾ ഉണർന്നു തന്നെ കഴിച്ചുകൂട്ടി. ഇത് സ്നേഹപ്രകടനമായിരുന്നു. രാത്രി വെള്ളം നിറച്ച പാത്രം വീഴുകയുണ്ടായി. മുകളിൽ നിന്ന് വെള്ളം താഴെ വീണു പോയെങ്കിലോ എന്ന് കരുതി ഹദരത്ത് അബൂ അയ്യൂബ് ഓടിപ്പോയി തൻ്റെ പുതപ്പ് ആ വെള്ളത്തിന് മീതെയിട്ട് വെള്ളം ഒപ്പിയെടുത്തു. രാവിലെ നേരത്ത് വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി. എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് മാറാൻ സമ്മതിച്ചു. ഹദരത്ത് അബൂ അയ്യൂബ് എല്ലാ ദിവസവും ഭക്ഷണം തയ്യാറാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സവിധത്തിൽ എത്തിക്കുമായിരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബാക്കി വെച്ച ഭക്ഷണം തിരിച്ചെത്തിയ ശേഷമാണ് വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നത്. കുറച്ച് ദിവസത്തെ നിർബന്ധത്തിന് ശേഷം മറ്റ് അൻസാറുകളും ആതിഥേയത്തിലുള്ള തങ്ങളുടെ പങ്ക് നിർവഹിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വന്തം വീടിൻ്റെ സംവിധാനം തുടങ്ങുന്നതുവരെയും മക്കയിലെ മുസ്ലിങ്ങൾ ഊഴമനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് വിശുദ്ധ ഖുർആൻ പഠനത്തിന് ഒരു മുഖവുര എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ച ഭാഗം ഇവിടെ തീർന്നു. ഹദരത്ത് അബൂ അയ്യൂബ് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഗതനായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്തെ നിലയിലും ഹദരത്ത് അബൂ അയ്യൂബ് മുകളിലെ നിലയിലുമായിരുന്നു. നിവേദകൻ പറയുന്നു, രാത്രി ഹദരത്ത് അബൂ അയ്യൂബ് ഉണർന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുകളിലൂടെയാണല്ലോ നടക്കുന്നത്. അങ്ങനെ അവർ ഒരു മൂലയിൽ രാത്രി കഴിച്ചുകൂട്ടി. തുടർന്ന് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി കാര്യങ്ങൾ ഉണർത്തിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താഴത്തെ നിലയിലാണ് കൂടുതൽ സൗകര്യം. അദ്ദേഹം പറഞ്ഞു, അങ്ങ് താഴെ താമസിക്കുന്ന വീടിൻ്റെ മേൽത്തട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് മാറി. ഹദരത്ത് അബൂ അയ്യൂബ് അൻസാരി താഴേക്കും വന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. ബാക്കി ഭക്ഷണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ എവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ പതിഞ്ഞതെന്ന് അയാളോട് ചോദിച്ചിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ തട്ടിയ ഭാഗത്തു നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുമ്പോൾ വിരലുകൾ തട്ടിയ ഭാഗത്ത് നിന്ന്. ഒരിക്കലും അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഭക്ഷണം തയ്യാറാക്കിയപ്പോൾ അതിൽ വെള്ളുള്ളി ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് തിരിച്ചെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിരലുകൾ പതിച്ച ഭാഗത്തെപ്പറ്റി ചോദിച്ചു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനായി മുകളിൽ പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വെള്ളുള്ളി ഹറാമാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, പക്ഷേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി പറഞ്ഞു, അങ്ങ് ഇഷ്ടപ്പെടാത്തതിന് ഞാനും ഇഷ്ടപ്പെടുന്നില്ല. അഥവാ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമില്ല. നിവേദകൻ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മലക്കുകൾ വന്നിരുന്നു.
ഈ നിവേദനം മുസ്ലിമിലുള്ളതാണ്. എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വഹി ഇറങ്ങിയിരുന്നു, മലക്കുകൾ വന്നിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂക്ഷ ഗന്ധമുള്ള വസ്തുക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പക്ഷേ ഹറാമല്ല. മുസ്ലിമിലെ മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരിയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ ഭക്ഷണം കൊടുത്തയച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി ഭക്ഷണം എനിക്ക് തിരിച്ചു തന്നിരുന്നു. ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ തിരിച്ചയച്ചിരുന്നു, കാരണം അതിൽ വെള്ളുള്ളി ഉണ്ടായിരുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി ചോദിച്ചു, ഇത് ഹറാമാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഗന്ധം കാരണം അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹം, അതായത് ഹദ്റത്ത് അയ്യൂബ് പറഞ്ഞു, അങ്ങ് ഇഷ്ടപ്പെടാത്തതിനെ ഞാനും ഇഷ്ടപ്പെടുന്നില്ല. മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിലെ മറ്റൊരു നിവേദനത്തിൽ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. അബു അയ്യൂബ് അൻസാരി നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ നിലയിൽ താമസം തുടങ്ങി. ഞാൻ മുകളിലെ നിലയിലായിരുന്നു. ഒരിക്കൽ വെള്ളം നിലത്ത് വീണപ്പോൾ വെള്ളം താഴെ വീഴുമോ എന്ന ആശങ്കയിൽ ഞാനും അയ്യൂബും ഒരു വിരിപ്പെടുത്ത് ആ വെള്ളം മുഴുവൻ ഒപ്പിയെടുത്തു. ഞാൻ വളരെ ഭയപ്പെട്ടുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ എത്തി ഉണർത്തിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ മുകളിൽ താമസിക്കുന്നത് ഉചിതമല്ല, അങ്ങ് മുകളിലെ നിലയിലേക്ക് താമസം മാറ്റിയാലും. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിർദ്ദേശപ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സാധനങ്ങൾ മുകളിലെ നിലയിലേക്ക് എത്തിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സാധനങ്ങൾ വളരെ പരിമിതമായിരുന്നു. തുടർന്ന് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ബാക്കി ഭക്ഷണം തിരിച്ചയക്കുമ്പോൾ അങ്ങയുടെ വിരലുകൾ പതിച്ച സ്ഥലങ്ങൾ നോക്കി ഞാൻ അവിടെ നിന്നടുത്താണ് കഴിക്കാറുള്ളത്. എന്നാൽ ഇന്ന് അങ്ങ് തിരിച്ചയച്ച ഭക്ഷണത്തിൽ നോക്കിയപ്പോൾ അങ്ങയുടെ വിരൽപ്പാടുകൾ കണ്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാര്യം ശരിയാണ്, അതിൽ ഉള്ളി ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ളി എന്നാണ് പറയുന്നത്, വെള്ളുള്ളി എന്നതിന് പകരം ഉള്ളി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുക്കൽ മലക്കുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അത് ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ നിങ്ങൾ അത് കഴിച്ചുകൊള്ളുവിനും. ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ബദർ, ഉഹദ്, ഖന്തക്ക് തുടങ്ങി സകല യുദ്ധങ്ങളിലും ഭാഗവാക്കാകാൻ സൗഭാഗ്യം ലഭിച്ചിരുന്നു. ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരി വിവരിക്കുന്നു, ഞങ്ങൾ ബദർ യുദ്ധ ദിവസം അണികൾ തയ്യാറാക്കിയപ്പോൾ ചില ആളുകൾ മുന്നോട്ട് നീങ്ങിപ്പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ, അതായത് എൻ്റെ പിന്നിൽ നീങ്ങുക, എൻ്റെ മുന്നിൽ കടക്കരുത്. ഹദ്റത്ത് സഫിയയുടെ വിവാഹത്തെപ്പറ്റി പരാമർശമുണ്ട്. നേരത്തെയും ഞാൻ അത് സംക്ഷിപ്തമായി വിവരിച്ചതാണ്, എങ്കിലും വീണ്ടും വിവരിക്കുകയാണ്. ഹദ്റത്ത് സഫിയയുടെ വിവാഹത്തിന് രാത്രിയിൽ ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തമ്പിന് പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി രാത്രി മുഴുവൻ കാവൽ നിന്നു. തമ്പിന് ചുറ്റും രാത്രി മുഴുവൻ ചുറ്റിക്കൊണ്ടിരുന്നു. രാവിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബു അയ്യൂബിനെ തമ്പിന് പുറത്ത് കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബു അയ്യൂബ്, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്ത്രീയെ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. ഇവരുടെ പിതാവും ഭർത്താവും അവരുടെ സമുദായത്തിലെ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവരാകട്ടെ കുഫറിൽ നിന്ന് പുതുതായി പുറത്തു വന്നതാണ്. അതുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ നൽകിയതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൂബ് അൻസാരിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹഫ്സ് അബാ അയ്യൂബ കമാ ബാദ ഹഫ്സ്നി. അള്ളാഹുവേ, അബു അയ്യൂബ് രാത്രി മുഴുവൻ എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചതുപോലെ അദ്ദേഹത്തിന് നീ സംരക്ഷണം നൽകണമേ. ഇമാം സുഹൈലി പറയുന്നു, അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആക്ക് അനുസൃതമായി അബു അയ്യൂബിനെയും സംരക്ഷിച്ചു. എത്രത്തോളം എന്നാൽ റോമക്കാർ അദ്ദേഹത്തിൻ്റെ കബർ സംരക്ഷിക്കുകയും അവർ അദ്ദേഹത്തെ മുൻനിർത്തി വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മഴ പെയ്യുകയും ചെയ്തിരുന്നു. ഹദ്റത്ത് മഹ്മൂദ് പറയുന്നു, അദ്ദേഹം ഉത്മാബിന് മാലിക് അൻസാരിയിൽ നിന്ന് കേട്ടതാണ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ യുദ്ധത്തിലുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ എൻ്റെ ജനതയായ ബനു സാലിമിന് നമസ്കാരത്തിൽ ഇമാം വഹിച്ചിരുന്നു. എനിക്കും അവർക്കുമിടയിൽ ഒരു തോടുണ്ടായിരുന്നു. മഴയുണ്ടാകുമ്പോൾ തോട് കടന്ന് അവരുടെ അടുക്കൽ
പള്ളിയിലെത്താൻ എനിക്ക് പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ ഹാജരായി പറഞ്ഞു, എൻ്റെ കാഴ്ചശക്തി കുറയുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്കും എൻ്റെ ജനതയ്ക്കുമിടയിൽ ഒരു തോടുണ്ട്. മഴ ഉണ്ടാകുമ്പോൾ അത് നിറഞ്ഞൊഴുകുന്നു. എനിക്ക് അത് കടന്നു പോകാൻ പ്രയാസമുണ്ട്. ആയതിനാൽ അങ്ങ് എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ടാക്കാൻ ഒരിടത്ത് നമസ്കരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വരാം. അങ്ങനെ നേരം വെളുത്ത ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദ്റത്ത് അബൂബക്കറും എൻ്റെ വീട്ടിൽ വന്നു. അകത്തേക്ക് കടക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചു. ഞാൻ അനുമതി നൽകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയുണ്ടായില്ല. എന്നോട് ചോദിച്ചു, വീട്ടിൽ ഏത് ഭാഗത്താണ് താങ്കൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അവിടെ ഞാൻ നമസ്കരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്നെ നമസ്കരിക്കാൻ വിളിച്ചതാണ്, ഞാൻ എവിടെയാണ് നമസ്കരിക്കേണ്ടത്? അപ്പോൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അല്ലാഹുൻ അക്ബർ എന്ന് പറഞ്ഞു. നമസ്കാരം തുടങ്ങി. ഞങ്ങളും പിന്നിൽ വരിവരിയായി നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ച ശേഷം സലാം വീട്ടി. ഞങ്ങളും സലാം വീട്ടി. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹസീറ, അതായത് ഇറച്ചിയും ഗോതമ്പും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രദേശവാസികൾ ഓടി വരാൻ തുടങ്ങി. വീട്ടിൽ ആളുകൾ നിറഞ്ഞു. അവരിലൊരാൾ പറഞ്ഞു, മാലിക് എവിടെ? ഞാൻ അയാളെ നോക്കിയപ്പോൾ ആരോ പറഞ്ഞു, അയാൾ മുനാഫിക്കായി, കപടവിശ്വാസിയാണ്. മറ്റൊരു സഹാബിയെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാൾ മുനാഫിക്കാണ്, അയാൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമില്ല, അതുകൊണ്ടാണ് അയാൾ വരാത്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതിലൂടെ അയാൾ അള്ളാഹു സംപ്രീതിയാണ് കരസ്ഥമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും അവൻ റസൂലുമാണെന്നായി അറിയുക. അള്ളാഹുവാണെ അയാളുടെ സൗഹൃദം മുനാഫിക്കുകളുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ സംപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നവന് അള്ളാഹു തീ അഥവാ നരകം ഹറാമാക്കിയിരിക്കുന്നു. ഹദ്റത്ത് മഹ്മൂദ് ബിൻ റബീ പറയുന്നു, ഞാൻ ഇക്കാര്യം ചില ആളുകളോട് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹാബി ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരി ഉണ്ടായിരുന്നു. അദ്ദേഹം റോമിലെ യുദ്ധത്തിൽ പോയതായിരുന്നു. അതിനാണ് അദ്ദേഹം ഷഹീദായത്. യസീദ് ബിൻ മുആവിയ ആയിരുന്നു അവസാനം അവരുടെ നേതാവ്. ഹദ്റത്ത് അബു അയ്യൂബ് പറഞ്ഞ കാര്യം നിശ്ചയിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവാണെ, നിങ്ങൾ പറയുന്നത് പോലെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് മാത്രം പറയുന്ന ആൾക്ക് നരകം നിഷിദ്ധമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഏതായാലും തുടർന്ന് പറയുന്നു, ഇത് കേട്ടപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി. ഞാൻ ഇത് സംബന്ധിച്ച് അള്ളാഹുവിനോട് നേർച്ച നേർന്നു. അള്ളാഹു എന്നെ സുരക്ഷിതനാക്കി ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചെത്തിച്ചാൽ ഞാൻ ഉത്ബാബിനു മാലിക്കിനെ അദ്ദേഹത്തിന് ജനതയുടെ മസ്ജിദിൽ ജീവനോടെ കണ്ടെത്തിയാൽ ഞാൻ ഈ ഒരു അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി ഉംറയ്ക്കോ ഹജ്ജിനോ ഇഹ്റാം കെട്ടി പുറപ്പെട്ടു. അങ്ങനെ മദീനയിലെത്തി ബനു സാലിമിൻ്റെ മൊഹല്ലയിൽ എത്തി. അവിടെ വളരെ വൃദ്ധനായ അവസ്ഥയിൽ ഞാൻ ഹദ്റത്ത് ഇത്ബായെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ജനനമസ്കാരത്തിൽ ഇമാമത്ത് വഹിക്കുകയായിരുന്നു. അദ്ദേഹം സലാം വീട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ആരാണ്? തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് മേൽക്കാര്യം അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് വിവരിച്ച് അദ്ദേഹത്തിൽ തന്നെ എനിക്ക് വിവരിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആൾക്ക് നരകം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഹദ്റത്ത് അബു അയ്യൂബ് അത് സമ്മതിച്ചു തരുന്നുണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തൻ്റെ വിവരണം ഇങ്ങനെ എഴുതുന്നു. ഹദീസിൽ പറയുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖ്തബി ദാലിക വജ്ഹല്ലാഹി
ഇത് സംബന്ധിച്ച് മീത ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു. മുഴുവൻ ഹദീസിൻ്റെയും തർജ്ജമ ആദ്യം വായിക്കാം, തുടർന്ന് വിശദീകരണം വരുന്നതാണ്. അതായത് മുഹമ്മദ് ബിൻ റബി നിവേദനം ചെയ്യുന്നു, ഞാൻ ഉത്ബാൻ ബിൻ മാലിക്കിനോട് ഇങ്ങനെ പറയുന്നതായി കേട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ആരെങ്കിലും ഹൃദയത്തോടെ ദൈവ സംതൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അയാൾക്ക് നരകത്തിൻ്റെ അഗ്നി നിഷിദ്ധമാക്കപ്പെടുന്നതാണ്. എന്നാൽ ഞാൻ ഈ ഹദീസ് അതിർത്ത് അബു അയ്യൂബ് അൻസാരി ഉൾപ്പെടെ ഒരു സദസ്സിൽ വിവരിച്ചപ്പോൾ അബു അയ്യൂബ് അൻസാരി ഈ നിവേദനം നിഷേധിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി ഞാൻ ഒരിക്കലും കരുതുന്നില്ല. തുടർന്ന് എഴുതുന്നു, ഹദീസിൽ ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരി നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായിരുന്നു. ഹദീസിനെ, അതായത് നിവേദക പരമ്പരയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഹദീസിനെ തൻ്റെ ഗവേഷണത്തിൻ്റെ, അതായത് വിവേചന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, അതായത് താൻ ശരിയാണെന്ന് മനസ്സിലാക്കുന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഹദ്റത്ത് മിയാ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഹദ്റത്ത് അബു അയ്യൂബിൻ്റെ സമർത്ഥനം ശരിയായില്ലായിരിക്കാം. ഏതായിരുന്നാലും ഹദ്റത്ത് മിയാ ബഷീർ അഹമ്മദ് സാഹിബ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് അവർ കൂലങ്കഷമായി ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹം എഴുതുന്നു, സഹാബാക്കൾ അന്ധമായി എല്ലാ നിവേദനങ്ങളും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഹദീസ് വ്യക്തമാക്കുന്നു. മറിച്ച് നിവേദകൻ്റെയും നിവേദനത്തിൻ്റെയും നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ഗവേഷണം നടത്തിയ ശേഷമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഹദരത്ത് സയ്യിദ് വലിയുള്ള ഷാ സാഹിബ് ബുഖാരിയിലെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, ഹദരത്ത് മുഹമ്മദ് ബിൻ റബിയിൽ നിന്ന് ഈ നിവേദനം കേട്ടപ്പോൾ ഹദരത്ത് അബു അയ്യൂബ് അൻസാരി അത് നിഷേധിക്കുകയുണ്ടായി. സൽക്കർമ്മങ്ങൾ ഇല്ലാതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് സുരക്ഷിതനാക്കുകയില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് നിരാകരിച്ചതെന്ന് ചിലർ കരുതുന്നു. ഇത് സർവാംഗീകൃതമായ ഇസ്ലാമിക വിവക്ഷയും അങ്ങനെ തന്നെയാണ് എന്നത് പൂർണ്ണമായും ശരിയുമാണ്. എന്നാൽ തുടർന്ന് ഷാ സാഹിബ് എഴുതുന്നു, എന്നാൽ യബ്തഗി ബിദാലിക വജ്ഹല്ല എന്ന വാചകം ഈ തൗഹീദിൻ്റെ പ്രഖ്യാപനം എത്തരത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. അതായത് ചൊല്ലുന്നാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അയാൾക്ക് നരകനിശ്ചിതമായി തീരുന്നു. തുടർന്ന് ഷാ സാഹിബ് എഴുതുന്നു, ഹദ്റത്ത് മുഹമ്മദ് ഒരുപക്ഷെ എൻ്റെ ചില പദങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം എന്ന് കരുതിയാണ് അന്വേഷിച്ചത്. എന്നാൽ വീണ്ടും അന്വേഷിച്ചപ്പോൾ നിവേദനത്തിലെ വാക്കുകൾ ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഴുതുന്നു, ആരുടെയെങ്കിലും സത്യവിശ്വാസത്തെയും കപടവിശ്വാസത്തെയും സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ആരെങ്കിലും പറ്റി അയാൾ മുനാഫിക്കാണ് അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം ദുർബലമാണ് എന്ന് പറയുന്നത് തെറ്റാകുന്നു. കാരണം ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ദേശമിനെ സംബന്ധിച്ച് വിമർശിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ പൊതുജനമധ്യത്തിൽ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഇത്തരം വിമർശനം നന്മയ്ക്ക് പകരം ഫിത്നയ്ക്കും ഫസാദിനും കാരണമായി തീരുന്നതാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, കുളിയുടെ വിധിയെ സംബന്ധിച്ച് ഹദ്റത്ത് ഇബ്നു അബ്ബാസും ഹദ്റത്ത് മസൂർ ബിൻ മഖ്രിമയും തമ്മിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബ്ബാസ് ഇഹ്റാം കെട്ടിയ ആൾക്ക് തല കഴുകാമെന്നും ഹദ്റത്ത് മസൂർ തല കഴുകുന്നത് ശരിയല്ല എന്ന് പറയുകയായിരുന്നു. നിവേദകൻ പറയുന്നു, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബ്ബാസ് എന്നെ ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരിയുടെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹം രണ്ട് തടി കഷ്ണങ്ങൾക്കിടയിൽ കുളിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. തുണി കൊണ്ട് മറയുണ്ടാക്കിയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ആരാണ്? ഞാൻ പറഞ്ഞു, അബ്ദുല്ലാ ബിൻ ഹുനൈൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ തല എങ്ങനെയാണ് കഴുകിയിരുന്നത് എന്നറിയാൻ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബ്ബാസ് എന്നെ താങ്കളുടെ അടുക്കലേക്ക് അയച്ചതാണ്. കാരണം ഇഹ്റാം കെട്ടിയ അവസ്ഥയിൽ തല കഴുകുന്നത് ശരിയല്ല എന്ന് പറയപ്പെടുന്നു. ഹദ്റത്ത് അബു അയ്യൂബ് തൻ്റെ കൈ മറകെട്ടിയ തുണിക്ക് മുകളിൽ വെച്ചു. അപ്പോൾ അത് താഴ്ന്നു. എനിക്ക് അദ്ദേഹത്തിന് ശിരസ് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കെട്ടിയ
ഇരുന്ന് തുണി താഴ്ത്തി തല കാണിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്ന ആളോട് തലയിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അയാൾ അദ്ദേഹത്തിന് ശിരസിൽ വെള്ളം ഒഴിച്ചു. തുടർന്ന് അദ്ദേഹം തൻ്റെ കൈ തലയിൽ വെച്ച് മുന്നോട്ടും പിന്നോട്ടും തടവി. എന്നിട്ട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം മുമ്പോട്ടും പിന്നീട് പിൻഭാഗത്തേക്കും കൈ കൊണ്ട് തല കഴുകിയിരുന്നു. ഹദ്രത്ത് സയ്യിദ് ബിൻ മുസയ്യിബ് നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഹദ്രത്ത് അബു അയ്യൂബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുടിയിൽ എന്തോ ഒരു കരണോ മറ്റോ കണ്ടപ്പോൾ അത് അദ്ദേഹം എടുത്തു മാറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അബു അയ്യൂബിൽ നിന്ന് അദ്ദേഹം ഇഷ്ടപ്പെടാത്ത സംഗതികൾ ദൂരീകരിക്കട്ടെ. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബു അയ്യൂബ് നിനക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകട്ടെ. ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരി ജമൽ യുദ്ധം, ജബൽ സിഫീൻ യുദ്ധം, നെഹർവാ യുദ്ധം എന്നിവയിൽ ഹദ്രത്ത് അലിയുടെ സൈന്യത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു. ഹദ്രത്ത് അലി കൂഫയിലേക്ക് തൻ്റെ തലസ്ഥാനം മാറ്റിയപ്പോൾ ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരിയെ മദീനയിലെ ഗവർണറായി നിയമിച്ചു. ഇതിൽ നിന്ന് ഹദ്രത്ത് അലിക്ക് ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരിയുടെ വ്യക്തിത്വത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. അദ്ദേഹം ഹിജ്റ 40 വരെ മദീനയിൽ ഗവർണറായിരുന്നു. അതായത് യസർ ബിൻ അബു ഇർത്തൻ്റെ നേതൃത്വത്തിൽ അമീർ മുആവിയുടെ സിറിയൻ സൈന്യം മദീനയെ ആക്രമിച്ചപ്പോൾ ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരി മദീന വിട്ട് കൂഫയിൽ ഹദ്രത്ത് അലിയുടെ അടുക്കിലേക്ക് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തിൽ നിന്ന് സഹാബാക്കൾക്ക് മാസപ്പടി കിട്ടിയിരുന്നു. ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരിയെ സ്റ്റൈപ്പൻ്റ് ആദ്യം 4000 ആയിരുന്നു. ഹദ്രത്ത് അലി തൻ്റെ ഖിലാഫത്ത് കാലത്ത് 2 അടിമകൾ ഭൃത്യന്മാർ അദ്ദേഹത്തിൻ്റെ കൃഷിപ്പണിക്കുണ്ടായിരുന്നു. ഹദ്രത്ത് അലി അത് 40 ഭൃത്യന്മാരാക്കി. ഹദ്രത്ത് ഹബീബ് ബിൻ അബു സാബിത്ത് നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് അബു അയ്യൂബ് അമീർ മുആവിയുടെ അടുക്കൽ വന്നു. അദ്ദേഹത്തോട് തൻ്റെ കടങ്ങളെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കടം ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല നോക്കിയത്, മറിച്ച് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ശ്രദ്ധിച്ചത്. അതായത് അദ്ദേഹം ഹദ്രത്ത് അബു അയ്യൂബ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, മറിച്ച് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നോക്കിയത്. അപ്പോൾ ഹദ്രത്ത് അബു അയ്യൂബ് അൻസാരി പറഞ്ഞു, നിങ്ങൾ വരും കാലങ്ങളിൽ മുൻഗണന കാണുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് മുൻഗണനയിൽ മാറ്റമുണ്ടാകുന്നതാണ്. അമീർ മുആവിയ ചോദിച്ചു, അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അപ്പോൾ അബു അയ്യൂബ് അൻസാരി പറഞ്ഞു, മുൻഗണനയിൽ മാറ്റങ്ങൾ വന്നാൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് മുൻഗണനയിൽ മാറ്റങ്ങൾ വരികയും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കപ്പെടാതിരിക്കുകയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. അപ്പോൾ അമീർ മുആവിയ പറഞ്ഞു, എങ്കിൽ പിന്നെ ക്ഷമ കൈക്കൊള്ളുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടമകൾ കൈകൊണ്ട് ഉണ്ടെങ്കിൽ ക്ഷമ കൈക്കൊള്ളുക. ഹദ്രത്ത് അബു അയ്യൂബ് പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ നിങ്ങളോട് ഒരിക്കലും ഒരു കാര്യം ചോദിക്കുന്നതല്ല. ഹദ്രത്ത് അബു അയ്യൂബ് ബസ്രയിലേക്ക് പോയി ഹദ്രത്ത് ഇബ്നു അബ്ബാസിൻ്റെ വീട്ടിൽ താമസിച്ചു. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ വീട് ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവർത്തിച്ചതുപോലെ ഞാൻ താങ്കളോട് പെരുമാറുന്നതാണ്. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് തൻ്റെ വീട്ടുകാരോട് പുറത്തിറങ്ങാൻ കൽപ്പിച്ചു. എന്നിട്ട് ഹദ്രത്ത് അബു അയ്യൂബിനോട് പറഞ്ഞു, വീട്ടിൽ ഉള്ളതെല്ലാം താങ്കളുടേതാകുന്നു. അദ്ദേഹം ഹദ്രത്ത് അബു അയ്യൂബിന് നൽകിയ 10,000 ദിർഹവും 20 ഭൃത്യന്മാരെ നൽകി. സ്വന്തം ആവശ്യത്തിന് വേറെ ഏർപ്പാട് ചെയ്തിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വീട് മാത്രമല്ല 40,000 ദിർഹവും 20 ഭൃത്യരെയും കൂടി നൽകിയുണ്ടായി. ഹദ്രത്ത് മുസ്ലിം അല്ലാഹു തആല അൻഹു അൻഫിഖു ഫി സബീലില്ലാഹി വലാ തഖ്തുലൂ ബിഅയ്ദികും ഇല തഹ്ലുക വഹ്സനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അൻഫിഖു ഫി സബീലില്ലാഹി വലാ തുൽഖു ബിഅയ്ദികും ഇല തഹ്ലുക വഹ്സനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. എന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ ജനങ്ങൾക്ക് വളരെ തെറ്റുപറ്റിയിരിക്കുന്നു. അവർക്ക് അള്ളാഹുവിൽ നിന്ന് അല്പം എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ഇങ്ങനെ ഉടനെ പറയുന്നു, ഇത് ഞങ്ങളെ നാശത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്.
കാരണം അള്ളാഹു പറയുന്നു, നിങ്ങൾ സ്വയം നാശത്തിൽ അകപ്പെടുത്തപ്പെടരുത്. നമുക്കിതിൽ എന്ത് പങ്കാണുള്ളത്? വാസ്തവത്തിൽ ഭരണമയം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മുസ്ലിങ്ങൾ ഓടിപ്പോകണമെന്നും ഭീരുത്വം കാണിക്കണമെന്നുമല്ല ഈ അധ്യാപനത്തിന് വീക്ഷ. മറിച്ച് ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ തങ്ങളുടെ സമ്പത്ത് നല്ലപോലെ ചെലവഴിക്കുക എന്നതാണ് പറയുന്നത്. കാരണം നിങ്ങൾ സമ്പത്ത് തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് സ്വന്തം കൈകളാൽ മരണത്തിന് വഴിയൊരുക്കുകയായിരിക്കും. ഹദീസുകളിൽ ഹദ്റത്ത് അബൂ അയ്യൂബ് അൻസാരി സൈഡ് നിവേദനം വരുന്നുണ്ട്. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. പറയുന്നു, അപ്പോൾ ഈ ആയത്ത് ഞങ്ങൾ അൻസാറുകളെ സംബന്ധിച്ച് അവതരിച്ചതായിരുന്നു. അദ്ദേഹം പറയുന്നു, ആദ്യം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങളുടെ സമ്പത്ത് നല്ലപോലെ ചെലവഴിച്ചിരുന്നു. എന്നാൽ അള്ളാഹു തൻ്റെ ദീനിനെ പ്രബലപ്പെടുത്തുകയും അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്തപ്പോൾ ഖുൽന ഹൽ നുഖിമു ഫി അംവാലിന വ സുൽഹൈഹ, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുകയും സ്വരുക്കൂട്ടുകയും ചെയ്യുന്നതാണ് നല്ലത്. ആ സമയത്ത് ഈ ആയത്ത് അവതരിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിങ്ങൾ വേഗതപ്പെടരുത്. കാരണം നിങ്ങൾ അതങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അനേക നിമിഷങ്ങൾ സ്വയം നാശത്തിൽ അകപ്പെടുത്തുക എന്നതാകുന്നു. ആയതിനാൽ നിങ്ങൾ സമ്പത്ത് സ്വയം സ്വരുക്കൂട്ടി വയ്ക്കരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ലപോലെ ചെലവഴിക്കുവിൻ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നതാണ്. ശത്രുക്കൾ നിങ്ങളെ കീഴടക്കുകയും അതിൻ്റെ ഫലമായി നിങ്ങൾ നശിപ്പിക്കപ്പെടുന്നതുമാണ്. ഹദ്റത്ത് അലിക്ക് ശേഷം അമീർ മുആവിയുടെ ഭരണം വന്നപ്പോൾ ഉഖ്ബ ബിൻ ആമിർ ജഹന്നി ഹദ്റത്ത് ഈജിപ്തിൻ്റെ ഗവർണറായിരുന്നു. ഹദ്റത്ത് ഉഖ്ബയുടെ ഭരണകാലത്ത് ഹദ്റത്ത് അബൂ അയ്യൂബ് അൻസാരി 2-3 തവണ ഈജിപ്തിൽ പോകേണ്ടിയായി. ആദ്യത്തേത് ഹദീസ് ശേഖരിക്കാനായിരുന്നു. കാരണം ഹദ്റത്ത് ഉഖ്ബ ചില പ്രത്യേക ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രണ്ടാമത്തെ റോമൻ യുദ്ധത്തിൽ ഭാഗമാക്കായതുകൊണ്ട് ഈജിപ്തിലേക്ക് പോയതാണ്. മർവാൻ മദീനയുടെ ഗവർണറായിരുന്നു. ഒരു ദിവസം വന്നപ്പോൾ ഒരാൾ തിരുവനന്തപുരത്തെ കബറത്തിൽ തൻ്റെ മുഖം വെച്ചിരിക്കുന്നത് കണ്ടു. മർവാൻ ചോദിച്ചു, നിങ്ങളിത് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? ഇത് ശരിക്കാണ്, കുമ്പിട്ട് സുജൂദ് ചെയ്യുകയാണ്. തുടർന്ന് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അത് ഹദ്റത്ത് അബൂ അയ്യൂബ് അൻസാരിയുടേതാണെന്ന് കണ്ടു. അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ വന്നത് ഈ കല്ലുകളുടെ അടുത്തേക്കാണ് വന്നത്, ഈ കല്ലുകളുടെ അടുക്കലേക്കല്ല. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ഹംബലി നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ സമുദ്രത്തിലായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ഖൈസ് ഫാസ്മി ആയിരുന്നു ഞങ്ങളുടെ അമീർ. ഞങ്ങളുടെ കൂടെ ഹദ്റത്ത് അബൂ അയ്യൂബ് അൻസാരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധമുദ്രകൾ വിതരണം ചെയ്യുന്ന ആളുടെ അടുക്കിലേക്ക് പോയി അയാളെ യുദ്ധതലവാരെ നിരീക്ഷിക്കുകയായിരുന്നു. ഹദ്റത്ത് അബൂ അയ്യൂബ് അൻസാരി ഒരു സ്ത്രീ കരയുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഈ സ്ത്രീക്ക് എന്തു പറ്റി? ജനങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീയെ അവളുടെ മകളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അദ്ദേഹം കുട്ടിയുടെ കൈ പിടിച്ച് അവൻ്റെ മാതാവിൻ്റെ കയ്യിലേൽപ്പിച്ചു. അതിനുശേഷം അവർ യുദ്ധം മുതൽ വിതരണം ചെയ്യുന്ന അബ്ദുല്ലാ ബിൻ ഖൈസിൻ്റെ അടുക്കലേക്ക് പോയി എല്ലാ കാര്യവും പറഞ്ഞു. അദ്ദേഹം ഹദ്റത്ത് അയ്യൂബിനെ വിളിക്കാൻ അയച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടിരിക്കുന്നു, മാതാവിനും മകനുമിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നവരെ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവസാനം പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന് അകറ്റുന്നതാണ്. ചുരുക്കത്തിൽ മാതാവിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തുന്നവൻ ഒരു പാഠമുണ്ട്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആക്ഷേപിക്കുന്ന ഒരു ഇസ്ലാം ഇക്കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയാണ് ചെലുത്തിയെന്ന് നോക്കുക. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയുണ്ട്. അവിടെ അഭയാർത്ഥികളായി എത്തുന്നു മുസ്ലിങ്ങൾ. പാലായനം ചെയ്തു വരുന്ന ആളുകളെ അവർ വെവ്വേറെയാണ് പാർപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതായത് മാതാക്കളെയും മക്കളെയും വെവ്വേറെ വയ്ക്കുന്നു. ചില കുട്ടികൾക്ക് കുറച്ചു കാലത്തിന് ശേഷം മാതാക്കളെ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം കുട്ടികളെ
മാതാക്കളിൽ നിന്ന് അകറ്റരുതെന്നും അവരുടെ ബുദ്ധി കുറയ്ക്കരുതെന്നും ഉപദേശിക്കുന്നു. ഹദരത്ത് മർസദ് ബിൻ അബ്ദുല്ല നിവേദനം ചെയ്യുന്നു, ഹദരത്ത് അബൂ അയ്യൂബ് അൻസാരി യുദ്ധത്തിന് പോകാൻ ഞങ്ങളുടെ കൂടെ അടുക്കൽ വന്നു. ആ ദിവസങ്ങളിൽ ഹദരത്ത് ഉഖ്ബ ബിൻ ആമിർ നജ്റാനിലെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം മഗ്രിബ് നമസ്കരിപ്പിച്ചു. ഹദരത്ത് അബൂ അയ്യൂബ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ചോദിച്ചു, ഉഖ്ബ, ഇത് എന്ത് മാതിരി നമസ്കാരമാണ്? ഹദരത്ത് ഉഖ്ബ പറഞ്ഞു, ഞങ്ങൾ തിരക്കുള്ള ആളുകളുമാണ്. തിരുവസ്ലം ഇത് ചോദിക്കുന്നത് താങ്കൾ കണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയാതിരിക്കാൻ മതിയായിരുന്നു. നിങ്ങൾ തിരുവസ്ലം ഇരുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, ശുദ്ധമായ പ്രകൃതി നിൽക്കുകയും മഗ്രിബ് നമസ്കാരം നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതിന് വൈകിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം എൻ്റെ ഉമ്മത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവശേഷിക്കുന്നതാണ്. അബൂ വാസിൽ നിവേദനം ചെയ്യുന്നു, മഗ്രിബ് അതിൻ്റെ ആദ്യ സമയത്ത് നമസ്കരിക്കേണ്ടതാണ്. അബൂ വാസിൽ നിവേദനം ചെയ്യുന്നു, ഞാൻ ഹദരത്ത് അബൂ അയ്യൂബ് അൻസാരിയെ കണ്ടു. അദ്ദേഹം ഹസ്തദാനം ചെയ്തു. എൻ്റെ നഖങ്ങൾ നീളമുള്ളതാണ്. എൻ്റെ നഖങ്ങൾ നീളമുള്ളതാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുവസ്ലം പറയുന്നു, നിങ്ങൾ ലോകത്തെക്കുറിച്ച് ചോദിക്കുകയും പക്ഷികളെപ്പോലെ നഖം നീട്ടി വളർത്തുകയും ചെയ്യുന്നു. അതിൽ അശുദ്ധിയും അഴുക്കും മറ്റും ഒളിച്ചുകൂടുന്നതാണ്. അതായത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ, ദൈവജ്ഞാനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, അന്വേഷിക്കുമ്പോൾ, എന്നാൽ നിങ്ങളുടെ അവസ്ഥയോ നഖങ്ങൾ നീട്ടി വളർത്തുന്നു, അവയിൽ അഴുക്ക് കൂടുന്നതാണ്. അതുകൊണ്ട് നഖം വെട്ടിക്കളയുക. ഹദരത്ത് അബൂ അയ്യൂബിനെ പറ്റി മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഹദരത്ത് അബൂ അയ്യൂബിൻ്റെ ഗോത്രവും ശ്രേഷ്ഠവും മഹത്വവും ഉള്ളതായിരുന്നു. സഹാബാക്കൾ അദ്ദേഹത്തോട് വിഷയങ്ങൾ ചോദിച്ചിരുന്നു. ഹദരത്ത് ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, ഹദരത്ത് ബറാ ബിൻ ആസിഫ്, ഹദരത്ത് അനസ് ബിൻ മാലിക്, ഹദരത്ത് ഉമാമ, ഹദരത്ത് സെയ്ദ് ബിൻ ഖാലിദ് ജഹ്നി, മിഖ്ദാം ബിൻ മഹദി കറബ്, ജാബിർ ബിൻ സമ്ര, അബ്ദുല്ല ബിൻ യസീദ് ഖതമി എന്നിവർ തിരുവസ്ലമിൽ നിന്ന് ശിഷ്ടം കിട്ടിയവരായിരുന്നു. എങ്കിലും ഹദരത്ത് അബൂ അയ്യൂബിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല. താബിയങ്ങളിൽ സയ്യിദ് ബിൻ മുസയ്യബ്, ഉർവ ബിൻ സുബൈർ, സാലിം ബിൻ അബ്ദുല്ല, അത്താ ബിൻ യാസർ, അത്താ ബിൻ യസീദ് ലൈസി, അബൂ സൽമ, അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല എന്നിവർ ഉന്നതസ്ഥാനിയിലായിരുന്നു. എങ്കിലും ഹദരത്ത് അബൂ അയ്യൂബിൻ്റെ ശിഷ്യത്തിൽ നിന്ന് സൗഹൃദത്തിൽ ഉള്ളവരായിരുന്നു. ഹദരത്ത് അബൂ അയ്യൂബ് അൻസാരി നിവേദനം ചെയ്യുന്നു, അദ്ദേഹം മുആവിയയുടെ കാലത്ത് ജിഹാദിന് പുറപ്പെട്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ രോഗം മൂർച്ഛിച്ചു. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എന്നെ എടുക്കണം. എന്നിട്ട് നിങ്ങൾ ശത്രുക്കൾക്കെതിൽ അണിനിരക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾക്കടുത്ത് എന്നെ മറവടക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് കൽപ്പിക്കാം. അത് ഞാൻ തിരുവസ്ലത്തിൽ നിന്ന് കേട്ടതാണ്. എൻ്റെ മരണം അല്ലെങ്കിൽ ഞാനത് കേൾപ്പിക്കുമായിരുന്നില്ല. തിരുവസ്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കാത്ത നിലയിൽ മരണപ്പെടുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മറ്റൊരു വേദത്തിൽ പറയുന്നു, ഹദരത്ത് അബൂ അയ്യൂബ് അൻസാരിയുടെ മരണം സമീപസ്ഥമായപ്പോൾ പറഞ്ഞു, ഞാൻ തിരുവസ്ലം കേട്ട ഒരു കാര്യം നിങ്ങൾ ഇന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. തിരുവസ്ലം പറഞ്ഞു, നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു തിന്മ ചെയ്യുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്നതാണ്, പിന്നെ അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യും. അതായത് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തും പൊറുമയും എന്നീ സുഫത്തുകൾ കാര്യങ്ങളെ എത്രമാത്രം പരിഗണിക്കുന്നതാണ്. മുഹമ്മദ് എന്ന നിവേദകൻ പറയുന്നു, ഹദരത്ത് അബൂ അയ്യൂബ് അൻസാരി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളുടെ ഒരു യുദ്ധത്തിലും പിന്നിലായിരുന്നില്ല. മറ്റേതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്താൽ ഒഴികെ, അതായത് ഒരേ സമയം 2 യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ തീർച്ചയായും ഭാഗമാക്കായിരുന്നു. ഒരു വർഷം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണം സൈന്യാധിപൻ ഒരു യുവാവായിരുന്നു. ആ വർഷത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ വിലപിച്ചിരുന്നു, എനിക്ക് മേൽ ആരെയാണ് നിയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാനിന്ന് ശ്രദ്ധിക്കണം. എനിക്ക് മേൽ ആരെയാണ് നിയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാൻ എന്തിന് ശ്രദ്ധിക്കണം? എനിക്ക് മേൽ ആരെയാണ് നിയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാൻ എന്തിന് ശ്രദ്ധിക്കണം? 3 പ്രാവശ്യം ഇത് അദ്ദേഹം പറയുകയുണ്ടായി. നിവേദനത്തിൽ യുവാവിനെ നിയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് അബ്ദുൽ മാലിക് ബിൻ മർവാനെ സംബന്ധിച്ചാകുന്നു. നിവേദകൻ പറയുന്നു, ഹദരത്ത് അബൂ അൻസാരി രോഗാതുരനായി. യസീദ് ബിൻ മുആവിയ
സൈന്യാധിപനായിരുന്നു. ഹദ്രത്ത് യസീദ് അദ്ദേഹത്തിൻ്റെ അടുത്ത് രോഗി സന്ദർശനത്തിന് വേണ്ടി വന്നു. ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചു കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ സാധ്യമാകുന്നത്ര ശത്രുക്കളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം. പിന്നെയും കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ വന്നാൽ അവിടെ തന്നെ മറുപടിക്ക് തിരിച്ചു വരിക. ഇത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഹദ്രത്ത് അബൂ അയ്യൂബ് വഫാത്തായപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് പുറപ്പെട്ടു. സാധ്യമായത്രയും ശത്രുവിൻ്റെ രാജ്യത്ത് എത്തിച്ചു. പിന്നെ അവിടെ മറുപടിക്ക് തിരിച്ചു വന്നു. നിവേദകൻ പറയുന്നു, ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി ഇങ്ങനെ പറയുന്നു, അള്ളാഹു പറയുന്നു, ഇൻഫിറു ഖിഫാഫും വസഖാല, അതായത് നിങ്ങൾ ഭരമില്ലാത്തവരായും ഭാരമുള്ളവരുമായും ഉള്ള അവസ്ഥയിൽ പുറപ്പെടുക. ഇൻഫിറു ഖിഫാഫും വസഖാലൻ, ഞാൻ എന്നെ ഭാരമില്ലാത്തവരായും ഭാരമുള്ളവരായും മനസ്സിലാക്കുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഏതോ ഒരു മക്ക നിവാസിയുടെ നിവേദനമാണ്. ഹദ്രത്ത് യസീദ് ബിൻ മുആവിയ ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരിയുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം യസീദിനോട് പറഞ്ഞു, ജനങ്ങളോട് എന്നെ സലാം പറയുക. എന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും ദൂരം കൊണ്ടുപോകണം. അങ്ങനെ യസീദ് ജനങ്ങളോട് ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി പറഞ്ഞത് കേൾപ്പിച്ചു. ജനങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജനാസ സാധ്യമാകുന്ന അത്രയും ദൂരം കൊണ്ടുപോയി. ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തൻ്റെ വഫാത്ത് വരെയും ജിഹാദുമായി ഇഴകിച്ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലാണ് വഫാത്തായത്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹിജ്രി 52 യസീദ് മുആവിയ തൻ്റെ പിതാവ് അമീർ മുആവിയുടെ ഖിലാഫത്ത് കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധം ചെയ്തു. അതേ വർഷം ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി വഫാത്തായി. യസീദ് ബിൻ മുആവിയ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബർ റോമിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ കോട്ടയ്ക്ക് സമീപമാണുള്ളത്. നിവേദനം പറയുന്നു, റോമക്കാർ അദ്ദേഹത്തിൻ്റെ ഖബർ സംരക്ഷിക്കുകയും കേടുപാടുകൾ തീർക്കുകയും വരൾച്ച ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ മധ്യസ്ഥനാക്കി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു നിവേദനം അനുസരിച്ച് ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി അമീർ മുആവിയയുടെ കാലത്ത് യസീദിൻ്റെ നേതൃത്വത്തിൽ റോമൻ ഭരണകൂടത്തിന് എതിരെയുള്ള യുദ്ധത്തിൽ ഭാഗവക്കായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണത്തിനടുത്ത് ഹിജ്റ 50 51 അദ്ദേഹം വഫാത്തായത്. അവിടെ തന്നെ മറവടക്കിയത്. ഒരു നിവേദനം അനുസരിച്ച് യസീദ് കുതിരപ്പടയാളികളോട് ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരിയുടെ ഖബറിന് ചുറ്റും ഓടാൻ കൽപ്പിച്ചു. അവസാനം ഖബറിൻ്റെ അടയാളം പോലും ബാക്കിയില്ലാതായി. ഹദ്രത്ത് ഒരു നിവേദനത്തിൽ പറയുന്നു, രാത്രി ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരിയെ ഖബറടക്കി രാവിലെ റോമക്കാർ മുസ്ലിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ രാത്രി എന്താണ് ചെയ്തിരുന്നത്? മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നത സഹാബിയും ഇസ്ലാം സ്വീകരിച്ചതിൽ പ്രഥമ കണ്ണീരുമായിരിക്കപ്പെടുന്ന ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരിയെ ഖബറടക്കിയതായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത്. അള്ളാഹുവാണ് സത്യം. ഞങ്ങളുടെ പക്കൽ ഭരണമുള്ളിടത്തോളം അറേബ്യയുടെ മണ്ണിൽ നിങ്ങളുടെ ശംഖ് മുഴക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. മുജാഹിദ് പറയുന്നു, അവർക്ക് പട്ടിണി ഉണ്ടാകുമ്പോൾ അവർ ഖബറിൽ നിന്ന് മണ്ണ് നീക്കും. അപ്പോൾ മഴ പെയ്യുകയും ചെയ്തിരുന്നു. ഈ സമ്പ്രദായം അവിടെയും ഉണ്ട്. ഇത് എത്രമാത്രം ശരിയാണെന്ന് അള്ളാഹുവിനറിയാം. ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി ഹിജ്റ 50 51 52 കോൺസ്റ്റാന്റിനോപ്പിൾ വഫാത്തായത്. അവസാനം പറഞ്ഞത് അദ്ദേഹം ഹിജ്റ 52 വഫാത്തായി എന്നാണ്. അതാണ് അധികം ആളുകളും പറയുന്നത്. ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരിയുടെ ഖബർ തുർക്കിയിൽ ഇസ്താംബൂൾ പട്ടണത്തിലാണ്. ഒരു ഖബർ ഒരു ചത്തുരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിച്ചള കമ്പിയുള്ള വല കൊണ്ട് മറച്ചിരിക്കുന്നു. തുർക്കിയിലെ നിരവധി ജനങ്ങൾ മനസ്സമാധാനത്തിന് വേണ്ടി ഇവിടെ വരാറുണ്ട്. ഇവിടെ ബദരി സഹാബാക്കൾ അനുസ്മരണം അവസാനിക്കുകയാണ്. പക്ഷേ 4 ഖലീഫുമാരെ കുറിച്ച് വിവരിക്കുന്നതാണ്. വളരെ ചെറുതായി വിവരിച്ചിരുന്ന ചില വിശദമായ വിവരങ്ങൾ പറയുന്നതാണ്. അതുപോലെ തുടക്കത്തിൽ സഹാബാക്കളെ ചുരുങ്ങിയ നിലയിലാണ് സ്മരിച്ചത്. അവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ അതും പറയുന്നതാണ്. അവരെ സംബന്ധിച്ച് എഴുതുമ്പോൾ അതെല്ലാം ബന്ധപ്പെട്ട സഹാബിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നതാണ്. ഇത്തരത്തിൽ ഏതാനും സഹാബികൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട ചില മർഹൂമികളെ അനുസ്മരിക്കുന്നതാണ്. പിന്നീട് അവരുടെ ജനാസ സംസ്കരിപ്പിക്കുന്നതുമാണ്. ആദ്യത്തേത് ഇന്ത്യയിലെ മൗലവി ജനാബ് അബ്ദുൽ ഹൈ സാഹിബിൻ്റേതാണ്. അബ്ദുൽ ഹൈ മണ്ഡൽ സാഹിബ്. അദ്ദേഹം 2020 സെപ്റ്റംബർ 25 ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം 1999 സ്വയം പഠിച്ച് ജമാഅത്തിൽ വന്നതാണ്. 2003 ജമാഅത്തുൽ മുബശ്ശിരിൽ പാസ്സായതിനു ശേഷം വഫാത്ത് വരെയും അധ്വാനവും ആത്മാർത്ഥതയും ശുഷ്കാന്തിയും മുഖേന ജമാഅത്തി സേവന കർമ്മനിരതനായിരുന്നു.
ഇങ്ങനെ മർഹൂം 17 വർഷമാണ് സേവനം ചെയ്ത കാലം. മർഹൂം വളരെ ആത്മാർത്ഥയും ദീനീബോധവും നമസ്കാര ശുഷ്കാന്തിയും ജമാഅത്തിനോട് കൂറും ഉള്ള മൂല്യമായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 ആൺമക്കൾ 2 പെൺമക്കളുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മനസ്സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ജനാസ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ മൊല്യം ജനാബ് സിറാജുൽ ഇസ്ലാം സാഹിബിൻ്റെതാണ്. 2020 ഒക്ടോബർ 14 വഫാത്തായിരിക്കുന്നു. ഇന്നല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം 2002 ഖാദിയാൻ ജമാഅത്തിൽ ജാമിയത്തുൽ മുബശ്ശിരീനിൽ നിന്ന് 6 മാസത്തെ മൗലവി ട്രെയിനിങ് പൂർത്തിയാക്കി. 2020 തർജ്ജമ താൽക്കാലികമായി മൗല്യമായി സേവനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം 18 വർഷം സേവന നിരതരായിരുന്നു. അദ്ദേഹം കഠിനാധ്വാനിയും ദീനീബോധവും അനുസരണവും നമസ്കാര ബോധവും നോമ്പ് തുടങ്ങിയ കാര്യങ്ങളും ബദ്ധശ്രദ്ധനുമായിരുന്നു. നല്ല പോലെ ജോലി ചെയ്തിരുന്നു. മൗല്യമായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയും 3 പെൺമക്കളുമുണ്ട്. 2 മക്കൾ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഒരു മകൾ പഠിക്കുകയും അള്ളാഹു പറയുന്നതിന് മൗഫറത്തും കാരുണ്യം പ്രദാനം ചെയ്യട്ടെ. സംതൃപ്ത കുടുംബത്തിൽ സ്ഥാനം നൽകുകയും ചെയ്യും. നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ സൗഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ജനാസ മസീമദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ അഭിവൃത്തിനും ഹദരത്ത് നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിൻ്റെ പൗത്രനും ഹദരത്ത് നവാബ് അബ്ദുൽ ഹഫീസ് ബേഗം സാഹിബിയുടെയും ഹദരത്ത് നവാബ് അബ്ദുല്ല ഖാൻ സാഹിബിൻ്റെയും മകനായ ജനാബ് ഷാഹിദ് അഹമ്മദ് ഖാൻ സാഹിബ് പാഷയുടേതാകുന്നു. അദ്ദേഹം ഒക്ടോബർ 26 85ാമത്തെ വയസ്സിൽ വഫാത്തായി. ആശുപത്രിയിലായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഷാഹിദ് അഹമ്മദ് ഖാൻ സാഹിബ് 2 വിവാഹങ്ങൾ കഴിച്ചിരുന്നു. ആദ്യത്തെ വിവാഹം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ മകൻ അമത്തു ഷുക്കൂർ സാഹിബുമായിട്ടാണ് ഉണ്ടായിരുന്നത്. 1967 ഹദരത്ത് മുസ്ലിം മൗദ് രോഗിയായിരുന്നു. അത് കാരണം മൗലാന ജലാലുദ്ദീൻ സാഹിബ് ഷംസാണ് നിക്കാഹ് ഖുത്ബ നിർവഹിച്ചത്. ആദ്യത്തെ വിവാഹത്തിൽ 5 മക്കൾ, അതായത് 2 ആൺമക്കളും 3 പെൺമക്കളുമാണുള്ളത്. രണ്ടാമത്തെ വിവാഹം മർഹൂം സയ്യിദ് അഹമ്മദ് സാഹിബിൻ്റെ മകൾ സമീന സയ്യിദ് സാഹിബിയുമായിട്ടായിരുന്നു. 1977 വിവാഹം. അവരിൽ ഒരു മകനുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ജാമ്യയിലാണ്. മർഹൂം ജമാഅത്ത് ജോലിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഖലീഫത്തുൽ മസീഹ് സാലിസിൻ്റെ കൂടെ ചില വിദേശ പര്യടനങ്ങളിൽ പോകാൻ തൗഫീഖ് ലഭിച്ചിരുന്നു. അങ്ങനെ സേവനത്തിനും അവസരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു സവിശേഷത അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതുന്നു. അദ്ദേഹം വളരെ സാധു സംരക്ഷകനായിരുന്നു. നിരവധി സാധുക്കൾക്ക് ചെലവിന് നൽകിയിരുന്നു. മാത്രമല്ല സാധനങ്ങൾക്ക് വീട് വെച്ച് നൽകുകയും കൃത്യമായി ധനസഹായം നൽകുകയും ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളെയും ജമാഅത്തിനോടും ഖിലാഫത്തിനോടും പ്രതിബദ്ധതയുള്ളവരാക്കുമാറാകട്ടെ. അടുത്ത ജനാസ UK-യിലെ ഷീഫീൽഡിലുള്ള ജനാബ് മസൂദ് അഹമ്മദ് ഷാ സാഹിബിൻ്റേതാണ്. സെപ്റ്റംബർ 8 ഹൃദയാഘാതം മൂലം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിതാവ് ഹദരത്ത് സയ്യിദ് നാസിം ഹുസൈൻ സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം 1902 25ാമത്തെ വയസ്സിൽ ഖാദിയാനിൽ പോയി ഹദരത്ത് മസീഹ് മൗഊദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. സയ്യിദ മസൂദ് അഹമ്മദ് ഷാ സാഹിബ് 1962 UK-യിലെത്തി ഷീഫീൽഡിൽ സ്ഥിരതാമസമാക്കി. ഷീഫീൽഡ് ജമാഅത്തിൽ സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിന് താമസസ്ഥലമായിരുന്നു ആദ്യത്തെ നമസ്കാര സെൻറ്റർ. 1970 വരെയും അദ്ദേഹം ജമാഅത്തിന് സദറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് 97 മുതൽ അവസാനം മരണം വരെയും സിയാഫത്ത് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സൗശീലനും അതിസൽക്കാരപ്രിയനും നല്ല മനുഷ്യനുടമയും സേവന തൽപരനും സാധുക്കളോട് സഹാനുഭൂതിയും ഉള്ള ആളും ആത്മാർത്ഥതയും കൂറുമുള്ള ആളുമായിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റം ആത്മാർത്ഥ സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ആയിഷ സാഹിബ് പറയുന്നു, ഞങ്ങളെ ജമാഅത്തുമായി പ്രത്യേകിച്ചും ഖിലാഫത്തുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 6 മാസം കൂടുമ്പോൾ ഖലീഫത്തുൽ മസീഹുമായി കൂടിക്കാഴ്ച നടത്താൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾക്കും സഹനവും കരുത്തും നൽകട്ടെ. ഷാ സാഹിബിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും
ഭാര്യയ്ക്കും മകൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.